കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെ ജൽജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് CPM കോൺഗ്രസ് മെമ്പർമാരും നേതാക്കളും ചേർന്ന് വ്യാപകമായി വയലുകൾ നികത്തുകയാണെന്ന് BJPയുടെ ആരോപണം. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നതാധികാരികൾക്ക് പരാതി നൽകിയതായി BJP മെമ്പർമാരായ MV ധനീഷ്, അഭിലാഷ് കടങ്ങോട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ 2-ാം വാർഡിൽ 3-ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ CPM നേതാവിന്റെ നെൽവയൽ ജൽജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് അനധികൃതമായി നിലം നികത്തിയിരുന്നു. നാട്ടുകാരുടെ പരാതി പ്രകാരം പോലീസ് എത്തിയാണ് മണ്ണടിച്ചിരുന്ന ലോറി പിടിച്ചെടുത്ത് മണ്ണെടുപ്പ് തടഞ്ഞത്. ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ച് സമരം നടത്തിയിരുന്നു. അതേസമയം 18-ാം വാർഡിലും കോൺഗ്രസ് മെമ്പറുടെയും ഭർത്താവായ കോൺഗ്രസ് നേതാവിന്റെയും നേതൃത്വത്തിൽ വലിയ തോതിൽ നിലം നികത്തിയിട്ടുണ്ട്. ഇതിനെതിരെ CPM പ്രതിഷേധ സമരവുമായി രംഗത്തു വന്നിരുന്നു. സംഭവം വിവാദമായ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ CPM കോൺഗ്രസ് മെമ്പർമാർ ഒത്തുതീർപ്പിലെത്തി വയലിൽ മണ്ണടിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട എന്ന് തീരുമാനമെടുത്തു. ഈ തീരുമാനത്തിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിയ BJP മെമ്പർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നു. നെൽവയലുകൾ കൊണ്ട് മണ്ണടിക്കാൻ പറഞ്ഞിട്ടില്ല. അവിടെ മണ്ണ് അടിച്ച് റിട്ടേൺ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി വേണം, മെമ്പർമാരെ ലെറ്റർ എഴുതി കൊടുക്കണമെന്നാണ് ആ യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് മറയാക്കിക്കൊണ്ട് അവരേനെ ആ മെമ്പർമാരെ പോലും മറയാക്കിക്കൊണ്ട് അവരെ ലെറ്റർ പേരിനെ വരും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അറിഞ്ഞോ അറിയാതെയോ എന്നറിയില്ല അവരിതിന് കൂട്ടു നിന്നിട്ടുണ്ട്. അവരെ കൃത്യമായിട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാര് അവരുടെ സ്ഥലമാണ്, അതായത് 3-ാം വാർഡില് 3-ാം വാർഡ് മെമ്പർ ലെറ്റർ പാഡ് കൊടുത്ത് മണ്ണടിച്ചു എന്ന് പറഞ്ഞ സ്ഥലം അത് CPMന്റെ 2-ാം വാർഡിലെ പരപ്പ് ബ്രാഞ്ച് സെക്രട്ടറിയുടെ സ്ഥലമാണ്. അപ്പോ സ്ഥല ഉടമയ്ക്കും അതുപോലെ തന്നെ ആ മണ്ണ് നിക്ഷേപിക്കുന്ന ആളുകൾക്കും കൃത്യമായിട്ട് അറിയാം ഈ സ്ഥലം നിലമാണോ അല്ലെങ്കിൽ കരഭൂമിയാണോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് ഇതിന് പുറകിലുള്ളത്. കോൺഗ്രസും CPMും ചേർന്നുള്ള ഇന്ത്യ സഖ്യം ജൽജീവൻ പദ്ധതിയുടെ മറവിൽ ഭൂമാഫിയയ്ക്ക് വേണ്ടി നിലം നികത്താൻ കൂട്ടുനിൽക്കുകയാണെന്നും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് പരാതി നൽകുമെന്നും BJP മെമ്പർമാർ പറഞ്ഞു. വയൽ നികത്തുന്നതിനെതിരെ ജില്ലാ കളക്ടർ, RDO എന്നിവർക്കും പരാതി നൽകിയതായും ഇവർ അറിയിച്ചു. അഴിമതി നടത്തുവാനുള്ള CPM കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ശക്തമായ പ്രതിഷേധ സമര പരിപാടികൾക്ക് രൂപം നൽകുമെന്ന് MV ധനീഷ്, അഭിലാഷ് കടങ്ങോട് എന്നിവർ അറിയിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ BJP സംസ്ഥാന കമ്മിറ്റി അംഗം E ചന്ദ്രൻ, SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് ബാബു ആദൂർ എന്നിവരും പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി.